എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് വളരെ വെറൈറ്റി ആയിട്ടുള്ള ഒരു ദോശയും അതുപോലെ തന്നെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചമ്മന്തിയുടെ റെസിപ്പി നോക്കാം. സാധാരണ നമ്മൾ ദോശയൊക്കെ തയ്യാറാക്കുമ്പോൾ തലേദിവസം തന്നെ മാവ് അരച്ച് വെച്ചിട്ടാണ് തയ്യാറാക്കുന്നത്. ഈ ഒരു ദോശ നമുക്ക് അരച്ച് അപ്പോൾ തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ദോശയാണ്. അപ്പോൾ ഈ ഒരു റെസിപ്പി എനിക്ക് പറഞ്ഞു തന്നത് എന്നെ കോളേജിൽ പഠിപ്പിച്ച മിസ്സാണ്. അപ്പോൾ മിസ് ഇങ്ങനെ ഒരു റെസിപ്പി എനിക്ക് അയച്ചു തന്നു, പത്രത്തിൽ കണ്ടതാണെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ മിസ്സിൻ്റെ പേര് സൗമ്യ എന്നാണ്, സൗമ്യ അരുൺ. അപ്പോൾ നമ്മൾ ഈ ഒരു ദോശ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് പച്ചരി കുതിർത്ത് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്ന ഇൻഗ്രീഡിയൻ്റ് ആണ് ഇത്, കപ്പയാണ്. അപ്പോൾ ഒരു ചെറിയ കഷ്ണം കപ്പ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടുള്ളതാണ്. അപ്പോൾ കപ്പ ദോശയാണ് നമ്മളിന്ന് തയ്യാറാക്കുന്ന റെസിപ്പി. അപ്പോൾ ഇതിലേക്ക് ഇനി കുറച്ച് ചെറിയ ഉള്ളി, അതുപോലെ തന്നെ എരിവിന് വേണ്ടിയിട്ടുള്ള പച്ചമുളക് ഇതും കൂടി ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കപ്പയാവുമ്പോൾ കുറച്ച് കട്ടൊക്കെ കാണുമല്ലോ, അപ്പോൾ അതിൻ്റെ ആ ഒരു വിഷമയം ഇല്ലാതാക്കാൻ വേണ്ടി നമ്മൾ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ചേർക്കുന്നുണ്ട്. 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി മതിയാകും. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചിട്ട് ഇത് നല്ല പേസ്റ്റ് പോലെ നന്നായിട്ട് ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ നമ്മൾ 1 കപ്പ് പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിലേക്ക് ഒരു 1/4 കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാം. മാവ് ഒരുപാട് കട്ടിയിലും അല്ല ഒരുപാട് ലൂസിലും അല്ല, മീഡിയം പരുവത്തിലാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ മാവ് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം തിക്നെസ്സിലാണ് ഈ ഒരു മാവുള്ളത്. അപ്പോൾ ഇനി ഇത് നമുക്ക് ദോശയായിട്ട് ചുട്ടെടുക്കാം. ഉപ്പ് നോക്കിയിട്ട് നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു ദോശ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് വളരെ ഈസിയാണ്. പച്ചരിയും കപ്പയും മാത്രം മതി. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ദോശയാണ്. എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ദോശക്കല്ല് ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് ഒരു തവി മാവ് ഒഴിച്ചിട്ട് ഇതുപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം. ഈ ഒരു ദോശ വളരെ തിന്നായിട്ട് ഉണ്ടാക്കുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാകുക. കട്ടിയായിട്ട് ഉണ്ടാക്കുന്നതിനെക്കാട്ടിലും നല്ലത് ഇതുപോലെ വളരെ കനം കുറച്ചിട്ട് ഉണ്ടാക്കുമ്പോഴാണ്. വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് എണ്ണ കൂടി ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഒരു ഭാഗം മുരിഞ്ഞു വന്നു കഴിഞ്ഞാൽ നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഈ ഒരു ദോശ നിങ്ങൾ ചൂടോടെ തന്നെ കഴിക്കുക. ചൂടോടെ തന്നെ കഴിക്കുമ്പോഴാണ് ആ ഒരു ടേസ്റ്റ് കിട്ടുക. തണുത്ത് പോയാൽ അത്രയും ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഉണ്ടാക്കി ഉടനെ തന്നെ കഴിക്കുക. അപ്പോൾ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നൊരു ദോശയാണ്. അപ്പോൾ നമ്മളിനി അടുത്തതായിട്ട് തയ്യാറാക്കാൻ പോകുന്നത് ചമ്മന്തിയാണ്. അപ്പം സ്പെഷ്യലായിട്ടുള്ളൊരു ചമ്മന്തിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുത്തു. ഇനി ഇതിലേക്ക് എരിവിന് വേണ്ടിയിട്ടുള്ള പച്ചമുളകും അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂണോളം മുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചെറിയ ഉള്ളിയാണ്, 2-3-4 ചെറിയ ഉള്ളി ചേർത്ത് കൊടുത്തു. ഇനി ഇതിലേക്ക് നമ്മൾ സ്പെഷ്യലായിട്ട് ചേർക്കാൻ പോകുന്നത് ഒരല്ലി വെളുത്തുള്ളിയാണ്. അപ്പോൾ ഇതാണ് ഈ ഒരു ചമ്മന്തിയുടെ സ്പെഷ്യാലിറ്റി. ഇത് കൂടാതെ തന്നെ കുറച്ച് പൊട്ടുകടലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചമ്മന്തിക്ക് നല്ലൊരു കൊഴുപ്പും ടേസ്റ്റും കിട്ടാനാണ് പൊട്ടുകടല ചേർത്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് നല്ലതായിട്ടൊന്ന് അരച്ചെടുക്കാം. ഈ ഒരു ചമ്മന്തി നമുക്ക് കടുവറുക്കാതെയും കഴിക്കാം, അതുപോലെ തന്നെ കടുവറുത്തിട്ട് നമുക്ക് കഴിക്കാവുന്നതാണ്. അപ്പോൾ നമ്മളൊരു പാത്രത്തിലേക്ക് വെളിച്ചെണ്ണ ചൂടായി വന്നു കഴിഞ്ഞാൽ കടുകും അതുപോലെ തന്നെ ചെറിയ ഉള്ളി, കറിവേപ്പില, വറ്റൽമുളക് ഇത്ര കൂടി മൂപ്പിച്ചിട്ട് നമുക്ക് ചമ്മന്തി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ചമ്മന്തി ഇതിലേക്ക് ഒഴിക്കുകയോ അല്ലെങ്കിൽ ഇത് ചമ്മന്തിയിലേക്ക് ഒഴിക്കുകയോ അത് നിങ്ങളുടെ ഇഷ്ടമാണ്. അപ്പോൾ അതുപോലെ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു സിമ്പിളായിട്ടുള്ള ദോശയും അതുപോലെ തന്നെ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ചട്നിയും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻസിലൂടെ അറിയിക്കുക. ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയൊരു റെസിപ്പി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്